താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. രാത്രിയിൽ ജയനും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചിത്രയുമൊത്തുള്ള വിവാഹവും അതിനോടനുബന്ധിച്ച സംഭവങ്ങളും അവൻ്റെ മുന്നിൽ മെരുവോടെ നിന്നു. ഇന്ന് ചിത്രയുടെ സ്ഥാനത്ത് ദേവിയാണ്. തികച്ചും രണ്ട് ധ്രുവങ്ങളിൽ കഴിയുന്ന രണ്ട് അപരിചിതർ. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എവിടെയൊക്കെയാണെന്നറിയാതെ ജയൻ ആലോചനയോടെ കിടന്നു. പക്ഷേ തൻ്റെ മകൾക്ക് നല്ലൊരമ്മയാവാൻ ദേവിക്ക് കഴിയുമെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. ആലോചനയുടെ അന്ത്യത്തിൽ എപ്പോഴോ അവൻ നിദ്രയെ പുൽകി. ഇടയ്ക്കൊക്കെ മാതുമോള് ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ദേവി ഉണർന്ന് അവളെ ചേർത്ത് പിടിച്ച് പതിയെ തട്ടിയുറക്കി. വെളുപ്പിന് 5 മണിയോടുകൂടി അവൾ ഉണർന്നു. പണ്ട് മുതൽക്കേ ഉള്ള ശീലമായതുകൊണ്ട് പിന്നീട് കിടന്നാലും ഉറക്കം വരില്ല. ദിവാൻ കോട്ടിൽ കിടക്കുന്ന ജയനെ നോക്കിയപ്പോൾ സുഖ ഉറക്കത്തിലാണ്. അലമാരയിൽ നിന്നും മാറി ഉടുക്കാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. ശരീരത്തിലേക്ക് തണുത്ത വെള്ളം വീണപ്പോൾ ആകെ ഒരു ഉന്മേഷം തോന്നി ദേവിക്ക്. കുളി കഴിഞ്ഞ് ഈറൻ മാറി ഇറങ്ങി ദേവി. തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തഴിച്ച് മുടി നന്നായി തുടച്ചു. തോർത്തു വിരിച്ച് മാറ്റിയിട്ടു. തലമുടി കുടിപ്പിന്നൽ കെട്ടി. മുഖത്ത് നോക്കുമ്പോൾ തലേ ദിവസം നെറ്റിയിൽ ചാർത്തിയ പൊട്ട് കുളിച്ചപ്പോൾ എവിടെയോ പോയി. ഒരു പൊട്ട് കയ്യിലെടുത്തു. അപ്പോഴേക്കും ക്ഷണിക്കാത്ത അതിഥിയെ പോലെ ആലോചനകൾ വന്നു നിന്നു. അവയെ പാടെ അവഗണിച്ചു ദേവി. നെറ്റിയിൽ പൊട്ടും വെച്ച് സിന്ദൂരച്ചെപ്പിൽ നിന്ന് അല്പം സിന്ദൂരമെടുത്തു. പക്ഷെ അത് നെറ്റിയിൽ ചാർത്താൻ എന്തുകൊണ്ടോ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇടയ്ക്ക് ഉണർന്നു നോക്കുമ്പോഴാണ് ജയൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ദേവിയെ കണ്ടത്. അവൾ തലമുടി പിന്നിക്കെട്ടുന്നതും നെറ്റിയിൽ പൊട്ടുകുത്തുന്നതും സിന്ദൂരമെടുത്ത് ആലോചനയോടെ നിൽക്കുന്നതുമെല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ നെറ്റിയും സിന്ദൂരം ചാർത്താത്തതിൽ ജയന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ദിവാനിൽ നിന്നും അവൻ എഴുന്നേറ്റ് മോളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അമ്മയുടെ റൂമും കടന്നാണ് അടുക്കള. റൂമിന് മുന്നിലെത്തുമ്പോൾ ദേവി അകത്തേക്ക് എത്തി നോക്കി. അമ്മ ഉറക്കമാണ്. അവൾ നേരെ അടുക്കളയിൽ കയറി ചായയ്ക്ക് വെള്ളം വെച്ചു. രാവിലെ പാൽച്ചായ പതിവില്ല. അതുകൊണ്ട് അവൾ കട്ടൻ ഉണ്ടാക്കി. പഞ്ചസാര ചേർത്ത് അതുമായി പുറത്തേക്ക് വന്നു. അടുക്കളയിൽ അനക്കം കേട്ടാണ് മഹേശ്വരി അമ്മ ഉണർന്നത്. റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കണ്ടു ചായ ഗ്ലാസുമായി മുന്നിൽ നിൽക്കുന്ന ദേവിയെ. ആഹാ, മോൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റോ? അടുക്കളയിൽ വെളിച്ചം കണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. മോൾക്ക് രാവിലെ കട്ടൻ കുടിക്കുന്നതാണോ പതിവ്? അതെ അമ്മേ, പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അമ്മയ്ക്ക് എങ്ങനെയാ, രാവിലെ പാൽച്ചായയാണോ കട്ടനാണോ പതിവ്? പാൽച്ചായയാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. കട്ടനാണെങ്കിൽ ഇരിപ്പുണ്ട്. വേണ്ട മോൾ, എനിക്കും കൂടി ഒരു ഗ്ലാസ് കട്ടൻ എടുക്ക്. ദേവി കയ്യിലിരുന്ന കട്ടൻ മഹേശ്വരിയമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവൾ അകത്ത് പോയി ഒരു ഗ്ലാസ് കട്ടനുമായി തിരികെ വന്നു. ജയന് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുന്ന കട്ടൻ ഇഷ്ടമല്ല. അവൻ എഴുന്നേൽക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. രാവിലെ എനിക്ക് ജയനും ഇവിടെ കട്ടനാണ് മോളെ ഇഷ്ടം. മാതുപോൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്കും കൊടുക്കാൻ പശുവിൻ്റെ പാൽ വരും. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ? എന്താ അമ്മേ? മോൾ ഇനി മുതൽ പശുവിൻ പാൽ വേണ്ട അമ്മേ. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ? എന്താ മോളെ? എന്താണെങ്കിലും പറഞ്ഞോ. അമ്മയോടല്ലേ? മോൾക്ക് ഇനി മുതൽ പശുവിൻ പാൽ വേണ്ട അമ്മേ. ഞാൻ പാൽ കൊടുക്കുന്നുണ്ടല്ലോ, അവൾക്കത് മതി. മഹേശ്വരി അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ കുഞ്ഞാദ്യമായി അമ്മിഞ്ഞ കുടിക്കുന്നത് നിന്നിൽ നിന്നാണ് മോളെ. ഇന്ന് തന്നെ പറഞ്ഞേക്കാം. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാം. ഒന്നും മോൾ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട. എല്ലാത്തിനും അമ്മയും കൂടി നിൽക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഇത്രയും നാളും അമ്മ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്തത്. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ചെയ്തോളാം. ജയന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. എന്തു കൊടുത്താലും കഴിക്കും. അതാണ് അവൻ്റെ പ്രകൃതം. പുട്ടിൻ്റെ മാവിരിപ്പുണ്ട്. നമുക്ക് രാവിലെ പുട്ടാക്കാം. കടല കുതിർത്തത് ഫ്രിഡ്ജിനുള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ കറിയും വയ്ക്കാം. കട്ടൻ കുടിച്ചു കഴിഞ്ഞ് ദേവി 2 ഗ്ലാസും എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയി. പുട്ടിൻ്റെ മാവെടുത്ത് കുഴച്ച് മാറ്റി വെച്ചു. കുക്കറിൽ കടലയും വേവിക്കാനിട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പുട്ടും കറിയുമായി. എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഇടയ്ക്ക് വെച്ച് ദേവി റൂമിലേക്ക് വരുമ്പോൾ ജയനെ കണ്ടില്ല. ബാത്റൂമിലുണ്ടാകുമെന്ന് കരുതിയപ്പോൾ അവിടെയുമില്ല. റൂമിൽ നിന്ന് തിരികെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്
ജോഗിങ്ങിന് പോയി വരുന്ന ജയനെ കാണുന്നത്. അവൻ ഫ്രഷായി വന്നപ്പോൾ കട്ടൻ ചായയുമായി മഹേശ്വരിയമ്മ ഉമ്മറത്തെത്തി ചായ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തിരികെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവി അരി അടുപ്പത്തിടുകയായിരുന്നു. ഇന്നൊരു ദിവസം മോളൊന്നും ചെയ്യേണ്ട, നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. നമ്മൾ 2 പേർക്കും ചെയ്യാനുള്ള ജോലി പോയിട്ട് എനിക്ക് മാത്രം ചെയ്യാനുള്ള ജോലി പോലും ഇല്ല. അമ്മ അങ്ങോട്ടിരിക്ക്. കുഞ്ഞുണർന്ന് കരയുന്നത് കേട്ടപ്പോൾ ദേവി വേഗം അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് പോയി. മാതുമോൾ ഉണർന്ന് ബെഡിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. അച്ചോടാ, അമ്മയുടെ മുത്തുണർന്നോ? പേടിച്ചു പോയോ വാവേ? കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിലിരുത്തി മുഖം മുഴുവനും ചുംബിച്ചു. ഡോർ ചാരി വെച്ച് പാൽ കൊടുത്ത ശേഷം ഇട്ടിരുന്ന ഉടുപ്പൊക്കെ മാറ്റി ചെറിയ ചൂടുവെള്ളത്തിൽ മേൽ കഴുകി ഉടുപ്പും മാറ്റി റൂമിന് പുറത്തേക്ക് വന്നു. അവരിറങ്ങുമ്പോൾ ജയൻ അകത്തേക്ക് വന്നു. കുഞ്ഞി പെണ്ണ് ദേവിയുടെ കയ്യിലിരുന്ന് ജയൻ്റെ നേർക്ക് ചാടി. അച്ഛ അച്ഛ! കുഞ്ഞിനെ ദേവിയുടെ കയ്യിൽ നിന്നും ജയൻ വാരിയെടുത്തു. അച്ഛയുടെ പൊന്ന് സുന്ദരിയായല്ലോ. കുഞ്ഞിൻ്റെ കവിളിൽ ചുണ്ട് ചേർത്തു. അപ്പോഴേക്കും പെണ്ണ് തിരികെ ദേവിയുടെ കയ്യിലേക്ക് ചാടി. കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ടാണ് ദേവി ജയൻ്റെ അടുത്ത് നിന്നും ഹാളിലേക്ക് പോയത്. 2 പേരും ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല. കുഞ്ഞുമായി ദേവി അടുക്കളയിൽ ചെല്ലുമ്പോൾ, ആഹാ, അച്ചമ്മയുടെ പൊന്ന് സുന്ദരിയായല്ലോ. വായോ, അച്ചമ്മ കാണട്ടെ സുന്ദരിയെ. വേണ്ട അമ്മ. കുഞ്ഞിപ്പെണ്ണ് ദേവിയുടെ ചുമരിൽ ചാരി കിടന്നു. അച്ചമ്മ കുഞ്ഞിന് ചോണനുറുമ്പിനെ കാണിച്ചു തരാമല്ലോ, കാച്ചു താ. പെണ്ണ് മഹേശ്വരിയമ്മയുടെ കയ്യിലേക്ക് ചാടി. ജയൻ വരുമ്പോൾ മോൾ അവന് കഴിക്കാൻ എടുത്തു കൊടുക്കൂ. അതും പറഞ്ഞുകൊണ്ട് മഹേശ്വരിയമ്മ പുറത്തേക്ക് പോയി. ദേവി വിവാഹപ്പിറ്റേന്നത്തെ ദേവൻ്റെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ജയൻ ഹാളിലേക്ക് വരുമ്പോൾ ആലോചനയോടുകൂടി നിൽക്കുന്ന ദേവിയെയാണ് കണ്ടത്. ഡോ, താനിതെന്താ ആലോചിച്ച് നിൽക്കുന്നത്? അവളീ ലോകത്തൊന്നുമല്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ പാത്രത്തിൽ നിന്നും ഒരു കഷ്ണം പുട്ടും കറിയും എടുത്ത് കഴിക്കാൻ തുടങ്ങി. ആഹാ, മോള് കഴിക്കാനിരുന്നില്ലേ? മഹേശ്വരി അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ദേവി ആലോചനയിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. എന്താ അമ്മേ, എന്താ ചോദിച്ചത്? അല്ല, മോള് കഴിക്കുന്നില്ലേ? ഇല്ലമ്മേ, ഞാൻ അമ്മയോടൊപ്പം പിന്നെ ഇരിക്കാം. അത് പറ്റില്ല, മോളിപ്പോൾ കഴിച്ചാൽ മതി. ജയൻ്റെ ഒപ്പം അവർ നിർബന്ധിച്ച് അവളെ ജയൻ്റെ അടുത്ത് പിടിച്ചിരുത്തി പുട്ടും കറിയും പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുത്തു. ദേവി കഴിക്കാനിരിക്കുമ്പോൾ മാതുമോളെയും ഒപ്പം ഇരുത്തി ദേവി കഴിക്കുന്നതോടൊപ്പം കുഞ്ഞിൻ്റെ വായിലേക്കും വാരി വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കുഞ്ഞി പെണ്ണ് 2 കൈയും പ്ലേറ്റിലേക്കിട്ട് അവൾ വാരി വായിൽ വയ്ക്കുകയും ദേവിയുടെ വായിൽ വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പകുതിയിൽ കൂടുതലും ദേവിയുടെ മുഖത്തും പുറത്തുമൊക്കെ വീഴുന്നു. ആ കാഴ്ച തന്നെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ദേവിയും ജയനും എഴുന്നേറ്റു. ദേവി കുഞ്ഞിൻ്റെ കൈയും മുഖവും കഴുകി വൃത്തിയാക്കി ഉടുപ്പും മാറ്റിക്കൊടുത്തു. അപ്പോഴേക്കും അവൾ ജയൻ്റെ കയ്യിലേക്ക് ചാടി. അച്ഛനും മോളും കൂടി പിന്നെ ഒരു ബഹളം തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിൽക്കുന്ന ദേവിയുടെ കണ്ണുകൾ ഹാളിലേക്ക് പായും. ഇതൊക്കെ കാണുമ്പോൾ ദേവേട്ടനെയും മോനെയും ഓർമ്മ വരും. പക്ഷേ മനഃപൂർവ്വം മറക്കാനെന്ന വണ്ണം അവൾ ഓരോരോ ജോലികളിലേക്ക് മുഴുകി. രാവിലെ ചോറ് വാർത്തത് കൊണ്ട് തന്നെ ഉച്ചത്തേക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് മെഴുക്ക് പുരട്ടിയും പപ്പടം വറുത്തും മോര് കാച്ചിയും കൂടെ അച്ചാറും അത്രയും ആയപ്പോഴേക്കും ദേവി ആകെ മുഷിഞ്ഞു. മോളെ, അമ്മയൊരു കാര്യം പറഞ്ഞാൽ മോക്ക് വിഷമമാകുമോ? ജയനും മോളും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. എത്ര അല്ലെന്ന് മനസ്സ് വാശി പിടിച്ചാലും അതാണ് സത്യം. തളരുമ്പോൾ താങ്ങാവാൻ ചിലപ്പോഴെങ്കിലും നമുക്കൊരു തോൾ വേണ്ടി വരും. എൻ്റെ മോനൊരു പാവമാണ്. മോള് പതിയെ അവനെ അംഗീകരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അത് ഓർമ്മ വേണം. നീ ചെറുപ്പമാണ്, ഇനിയും ജീവിതം ബാക്കിയുണ്ട്. പഠിപ്പും വിവരവുമുള്ള നിങ്ങൾക്ക് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഞങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പോലും വരില്ല. അങ്ങനെയൊന്നുമില്ലമ്മേ. അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് സങ്കടമില്ല. ഞാൻ ശ്രമിക്കാം അമ്മേ. എനിക്ക് സമയം വേണം. അമ്മ എന്നെ വെറുക്കരുതേ. ദേവി അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മയ്ക്കതിന് കഴിയില്ല കുഞ്ഞേ. എൻ്റെ സ്വന്തം മകളായി തന്നെയാണ് നിന്നെ ഞാൻ കാണുന്നത്. അത് നിന്നിലെ നന്മ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഈ വേഷമൊക്കെ മുഷിഞ്ഞു. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ.
നിറഞ്ഞു വന്ന കണ്ണുകളെ സാരിത്തുമ്പിൽ അമർത്തി തുടച്ച് ദേവി റൂമിലേക്ക് പോയി. ദേവി അകത്തേക്ക് കയറുമ്പോൾ ജയൻ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. മോൾ ഉറങ്ങി, ഞാൻ കിടത്തിയിട്ടുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വേഗം റൂമിലേക്ക് കയറി. അമ്മേ, ദേവിയോട് കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നാൽ ഒടുവിൽ നമ്മൾ കുറ്റക്കാരാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സിദ്ധുവിനെ വിളിച്ച് അവനോട് തന്നെ കാര്യം ദേവിയോട് പറയാൻ പറഞ്ഞാലോ? അമ്മയ്ക്ക് എന്തു തോന്നുന്നു? ജയൻ അമ്മയോട് ചോദിച്ചു. നമ്മൾ പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും സിദ്ധു പറയുന്നത് തന്നെയായിരിക്കും ശരി. ജയൻ വേഗം മൊബൈലെടുത്ത് സിദ്ധുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ സിദ്ധു, താൻ തന്നെ ദേവിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വൈകിയാണ് ദേവി അറിയുന്നതെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാകും. ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു ഇതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. നീ ഫോൺ വച്ചേക്ക്, ഞാൻ തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്കാം. സിദ്ധു ജയൻ്റെ കോൾ കട്ട് ചെയ്ത് നേരെ ദേവിയെ വിളിച്ചു. സിദ്ധുവിൻ്റെ നമ്പർ കണ്ടതും അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ ഏട്ടാ രാവിലെ? ഞാൻ വിചാരിക്കുകയായിരുന്നു ആരും അവിടെ വന്ന് വിളിച്ചില്ലല്ലോ എന്ന്. അപ്പോഴേക്കും ഏട്ടൻ്റെ കോളെത്തി. മോളെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭവാനിയമ്മയ്ക്കൊരു വയ്യായ്മ, BP കൂടുതൽ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാ ഏട്ടാ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയത്? ഇപ്പോൾ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ദയവ് ചെയ്ത് ഏട്ടൻ എന്നോട് സത്യം പറയണം. ഒന്നുമില്ലടി, അങ്ങനെ സീരിയസ് ഒന്നുമല്ല. എങ്കിൽ പിന്നെ നിന്നെ വിളിച്ച് പറയാതിരിക്കുമോ? എന്തായാലും ഞാൻ ജയനോടിപ്പോൾ വിളിച്ചു പറയാം. നീ അവനെയും കൂട്ടി ഹോസ്പിറ്റലിലൊന്ന് പോ. നിറഞ്ഞു വന്ന കണ്ണുകളെ അവൾ ഒഴുകാൻ വിട്ടു. അപ്പോഴേക്കും ജയൻ അവിടേക്ക് വന്നു. സിദ്ധു ഇപ്പോൾ വിളിച്ചിരുന്നു, ഭവാനിയമ്മയ്ക്ക് സുഖമില്ലെന്ന്. താൻ റെഡിയായാൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ പോകാം. അവൾ വെപ്രാളത്തോടെ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന മോളെ നോക്കി. മോൾ ഉറക്കമല്ലേ ദേവി? ഇവിടെ അമ്മയുണ്ടല്ലോ. അവൾ ഉറങ്ങുന്ന നേരത്തിന് നമുക്ക് പോയിട്ട് വരാം. അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ജയൻ പറഞ്ഞു. ദേവി വേഗം അകത്തേക്ക് കയറി ഫ്രഷായി വന്നു. ജയനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അമ്മേ, മോൾ ഉറങ്ങുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഞങ്ങൾ പോയിട്ട് വേഗം വരാം. അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുമ്പോൾ അവളുടെ മുഖഭാവവും വെപ്രാളവും ഒക്കെ അവർ ശ്രദ്ധിച്ചു. ജയനോടൊപ്പം കാറിലെ മുൻ സീറ്റിൽ ഇരിക്കുമ്പോൾ ഭവാനിയമ്മയെക്കുറിച്ച് മാത്രമായിരുന്നു അവൾക്ക് ഓർക്കാനുള്ളത്. ഹോസ്പിറ്റലിലെത്തിയതും അവൾ വേഗം ഇറങ്ങി. റിസപ്ഷനിലെത്തുമ്പോൾ തന്നെ കണ്ടു മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഹരിയെ. തുടരും.